വിഷം വെച്ചിരുന്നിട്ട് എന്താ കാര്യം? എന്തെങ്കിലും കഴിക്കാം. മക്കള് പറയുന്നത് കേക്ക്. എന്തായാലും കഴിക്കും. അമ്മയ്ക്കറിയാലോ, എനിക്കിപ്പോൾ ഈ കിട്ടുന്ന ശമ്പളം തന്നെ നമുക്ക് തികയുന്നില്ല. അപ്പോൾ എൻ്റെ കൂടുതലുള്ളൊരു കാര്യം ആലോചിക്കണം. അവർ ആ കഷ്ടപ്പാടില്ല. ഞാൻ അവർക്ക് വേണ്ടി സംസാരിച്ചതാ. അത് ഇത്രയും വലിയൊരു ഏണിയാവുമെന്ന് ഞാൻ കരുതിയാ. അല്ല, മക്കള് മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ. ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല. കഴിക്കും. വേണ്ടേ, ഞാൻ പിന്നെ കഴിച്ചോളാം അമ്മ. ഒരെണ്ണം കഴിക്കും. ഏട്ടാ, ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. മക്കളെ ഒരു കാര്യം ചെയ്യോ, ക്ലീറ്റസ് പണ്ടത്തെ ക്ലീറ്റസ് അല്ല. അവർ പാർട്ടിയിലൊക്കെ നല്ല പിടിയുണ്ട്. ചെന്നൊന്ന് പറ മക്കളെ, നമുക്ക് കാര്യം സാധിക്കണ്ടേ? ഓ, ഞാൻ ഇനിയിപ്പോ അവന്റെ കാലുപിടിക്കാൻ പോണു. ചുമ്മാ ഏട്ടാ, കാര്യം കാണാൻ കഴുതക്കാരും പിടിക്കണം. ഒന്ന് ചെല്ലേട്ടാ. ചെല്ലു മോനെ, ചെല്ല്, നമ്മുടെ ആവശ്യമല്ലേ. ഒരു രീതിയിൽ ഓരോരുത്തർ ഇരിക്കാൻ സമ്മതിക്കരുത് കേട്ടോ. MLA അദ്ദേഹം. അതെ അതെ, ക്ലീറ്റസ് ആണ്. പറയണം. പിന്നെ അയ്യോ, അത് ഞങ്ങള് പ്രതിഷേധം ഭയങ്കര ശക്തമായിട്ട് പ്രതിഷേധിച്ചു. അതിനുശേഷമാണല്ലോ അതൊക്കെ വൃത്തിയായത്. ഇല്ല ഇനിയിപ്പം അതുകൊണ്ടോ അതിനുടനെ ഞങ്ങള് വഴി കാണുന്നുണ്ട്. എന്ത് ചെയ്യാനെന്നേ, നമ്മള് പൊതുപ്രവർത്തകരാകുമ്പോ ഇതൊക്കെ നമ്മൾ ഏറ്റെടുത്തല്ലേ പറ്റും ജനങ്ങൾക്ക് വേണ്ടി. ഈ കുഴപ്പമില്ല. ഓ അങ്ങനെ പോണ്. എന്താ വെച്ച് കഴിഞ്ഞാല് ഫോണോട് ഫോണാന്നേ. ഫോണ് രാവിലെ തന്നെ ഇപ്പോ 5-6 കേസായി. റെക്കമെൻഡേഷൻ, ശുപാർശ, അത് ഇത്. ഓ പിന്നെ ഞാൻ വേറൊരു കേസ്, നമ്മളെ ആ സൊസൈറ്റിയിലൊരു ഡ്രൈവർ വേക്കൻസി കിടക്കണുണ്ടല്ലോ. അത് നമ്മളാ ഒരു ചെറുക്കുണ്ട് പൊടിയെന്ന് പറഞ്ഞിട്ടേ. അപേക്ഷ ഇതെല്ലാം ഓക്കെ അല്ല, ഓക്കെ ആയിട്ടുണ്ട്. അവനെ എങ്ങനെയെങ്കിലും നമുക്ക് കൊടുക്കണം കേട്ടോ. ഓ ഓ ഇല്ലില്ല, അപ്പം ഞാൻ നേരിട്ട് വരാം. MLA. ഓ ശരി MLA. ഇവിടെ ഫംഗ്ഷൻ വരുമ്പോൾ വീട്ടിൽ കയറി ക്ഷമണം കേട്ടോ. ശരി, എനിക്ക് വേറെ കോള് വരുന്നു സാർ. ഞാൻ ആയിക്കോട്ടെ. ഞാൻ ഫോൺ സംസാരിച്ചോണ്ടിരിക്കല്ലേ, ഇടയ്ക്ക് പിന്നെ കണ്ടില്ലെന്നൊക്കെ ചോദിച്ചാ പോണ്ട കളിയാ. അയ്യോ പറഞ്ഞ പോലെ അളിയന് അങ്ങോട്ട് പോവാക്കൂലല്ലോ. വിലക്കായല്ലേ അല്ലേ അവിടെ ഇപ്പൊ. അളിയന് ചായ കൊടുക്ക്. ഓ ചായ ചായ കിട്ടിയ കുടിക്കേ. കാപ്പി കുടിക്കാം. കാപ്പി എടുക്കും. അപ്പം മുട്ടക്കറി അടി. എന്റെ കാര്യത്തിലൊന്നും ഇടപെട്ടെങ്കിൽ അളിയനെന്ത് പ്രശ്നം? ശവത്തെ കുത്തല്ലേ ക്ലീറ്റോ? അല്ല, ഞാൻ ഇടപെടാനായിട്ട് അളിയന് എന്താ പ്രശ്നം? നിങ്ങൾ എന്താ പൊട്ടം കളിക്കാണോ? ഈ ജോലിയുടെ ഓ ആ വിഷയം. അതിപ്പോ ഞാൻ ഇടപെടണോ? ഇതൊക്കെ നിസ്സാര കാര്യങ്ങളാണ്. നീ പിന്നെ വളവളാന്ന് വായില് പറഞ്ഞ എല്ലാം വിളിച്ചു പറഞ്ഞ ഇതൊക്കെ ആവേശമൊന്നും പാടില്ല കേട്ടോ. പിന്നെ കുഴപ്പമില്ല, ഞാൻ ഇടപെടാം. കുഴപ്പമില്ല. നീ എൻ്റെ അളിയനുമായി പോയി. ഇത് എങ്ങനെ വേറൊന്നും അല്ല കേട്ടോ. ഇത് നമുക്ക് അവിടുത്തെ നിങ്ങളുടെ ബോർഡിൽ തന്നെ ഒരു സീനിയർ ഉദ്യോഗസ്ഥനെ ഒന്ന് വിളിച്ച് പറയിപ്പിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഇത്. അപ്പോൾ അതിന് മിനിസ്റ്ററെ ഒന്നും ബന്ധപ്പെടുത്തണ്ട. മിനിസ്റ്റർ PA ഉണ്ട്, രാമേട്ടൻ ഞാൻ വിളിച്ച് പറഞ്ഞാൽ രാമേട്ടൻ അതവിടെ വിളിച്ച് വരട്ടിക്കോളും. അപ്പോഴേക്കും പിന്നെ നിന്റെ കാര്യം ഓക്കെ ആവും. നീ വിഷമിക്കില്ലേ? അപ്പോൾ രാമേട്ടൻ എന്തെങ്കിലും ചില്ലറ ഒരു സന്തോഷം, അത്രേ ഉള്ളൂ. കുഴപ്പമില്ല. പൈസ എത്ര കൊടുക്കാം? വേറൊന്നും വിചാരിക്കില്ല കേട്ടോ. നീ വിചാരിക്കും ഞാൻ ഇതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഓരോ കാര്യങ്ങൾ അതിൻ്റെ മുറകെ പോലെ നടക്കാം. അതല്ലെങ്കിലേ അത് പ്രശ്നമാണ്. നീ വിഷമിക്കണ്ട, ചെല്ല്. അല്ലെങ്കിൽ കാപ്പി പിടിച്ചിട്ട് പോ. പേടിക്കണ്ട, ധൈര്യമായിട്ട് ചെല്ലും. ഇങ്ങനെ തന്നെ വേണം. ചായ ഇതുപോലെ തന്നെ തരണമെന്ന്. നല്ല ടേസ്റ്റ്, നല്ല പാലുണ്ട്, പഞ്ചസാരയുണ്ട്. ചൂട് മാത്രം ഇച്ചിരി കുറവുണ്ട്. ആകെ കഷ്ടകാലം.
അറിയണം